2025 നീറ്റ് എക്സാമിനേഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ടു ആൻ AC power supply of 220 volts 50 hertz, a resistor of 20 ohms, a capacitor of reactance 25 ohms and an inductor of reactance 45 ohms are connected in series. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഒരു ഇൻഡക്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു LCR സീരീസ് സർക്യൂട്ട് ആണ് അല്ലേ? ഓക്കെ, the corresponding current in the circuit and phase angle between the current and voltages respectively. ഞാൻ മൂന്ന് വാല്യൂസും എഴുതാം. R തന്നിരിക്കുന്നത് 20 ohms എന്നാണ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് 25 ohms എന്നും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 45 ohms എന്നും തന്നിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ടുഗെദർ അല്ലേ? R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √R² 20² ആണ്. XL എന്ന് പറയുന്നത് 45, XC എന്ന് പറയുന്നത് 25 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √20² പ്ലസ് 45 മൈനസ് 25 അതും 20². ഇപ്പോൾ 20² പ്ലസ് 20² എടുക്കുമ്പോൾ 2 times 20² വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 20√2 ohms എന്ന് കിട്ടി ഇംപെഡൻസ്. കഴിഞ്ഞിട്ടില്ല, കറണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ വച്ച് V/Z എന്ന് പറയാം, വോൾട്ടേജ് ബൈ ഇംപെഡൻസ്. വോൾട്ടേജ് ക്വസ്റ്റനിൽ 220 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസഡിന്റെ വാല്യൂ 20√2 എന്ന് കിട്ടി. കട്ട് ചെയ്താൽ 11/√2 എന്ന് വരും. ഇവിടെ √2ന്റെ വാല്യൂ 0.707 ആണ്, റഫ്ലി 0.707. അപ്പോൾ 11 × 7 എടുക്കുമ്പോൾ തന്നെ 7.7 വരും. അപ്പോൾ 7.7 ആംപിയേഴ്സ് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ 2ഉം 3ഉം വരുന്നുണ്ട് അല്ലേ? കഴിഞ്ഞിട്ടില്ല, ഫേസ് ആംഗിളൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ tan phi = XL മൈനസ് XC/R. ഇവിടെ XLന്റെ വാല്യൂ 45, XCയുടെ വാല്യൂ 25, റെസിസ്റ്റൻസ് 20. 45 മൈനസ് 25 20/20 എന്ന് വരും. അപ്പോൾ tan phi = 1 വരും, phi = 45 degrees എന്ന് വരും. ഓക്കെ, ഫ്രീക്വൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ 7.8 and 45 degrees ആൻസർ വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.